ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കണ്ടു നോക്കിയാലോ. ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോവേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതും ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വളരെ കുറച്ച് മാത്രം 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എത്രത്തോളം ചിക്കൻ നമുക്ക് വേണം അത്രത്തോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതായത് ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയായി. ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നല്ല തിക്കായിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലൂസായാലേ നമ്മൾ വിചാരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ മൈദ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒരുമിച്ച് ആദ്യം തന്നെ അങ്ങ് ഒഴിക്കേണ്ട, ലാസ്റ്റ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലൂസായിട്ടുള്ള നമ്മൾ നീർദോശയുടെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം വേണം നമുക്കതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നമ്മളിതിലേക്ക് ഈ ഒരു മൈദ ബാറ്ററിലേക്ക് മുട്ടയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിപ്പോൾ ബാറ്ററൊക്കെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അറിയാമല്ലോ എത്രത്തോളം ഉപ്പ് വേണം, ആ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടാവും നമ്മുടെ നീർദോശയുടെ ഒക്കെ ഒരു പരുവം. അത്രയും നമുക്കിങ്ങനെ മാവ് ഒഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കാൻ പറ്റണം, ആ രീതിയിൽ കേട്ടോ. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചെറിയ തീയിലിടണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടൂല. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കാൻ പാകത്തിന് മാവ് ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഓരോ പാനിനനുസരിച്ചിരിക്കും എത്രത്തോളം മാവ് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. എൻ്റെത് കുറച്ചൊക്കെ ചെറിയൊരു പാനാണ്. അപ്പോൾ അതിലേക്ക് ഇത് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ ഉടനെ തന്നെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഫില്ലിങ്ങും വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് മൊസറില്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ചിക്കനിലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷേ ചീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഈ സ്നാക്കിന്. എന്നിട്ട് ആ ചൂടോടുകൂടെ തന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് 4 ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുക. അപ്പോൾ ചൂടോടുകൂടെ തന്നെ ആവുന്നതുകൊണ്ട് തന്നെ അത് നല്ലോണം ഒട്ടിക്കിട്ടും. പിന്നെ നമ്മൾ എക്സ്ട്രാ പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടെ തന്നെ ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ കേട്ടോ. അപ്പോൾ അതാ അടുത്ത ദോശയും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് ബാക്കി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷമാണ് ബാക്കി ഞാൻ ചെയ്തെടുക്കുന്നത്. മൊസറില്ല ചീസ് വെച്ച് കൊടുക്കുക, ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും ഒരു മൊസറില്ല ചീസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ രണ്ട് സൈഡും ഒരു ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കന്നെ നമ്മുടെ ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ഇത് കഴിയുന്നതും ചൂടോടുകൂടെ തയ്യാറാക്കിയെടുത്താലേ നമുക്ക് ചീസ് ഒക്കെ മെൽട്ടായി വരുന്ന ആ ഒരു സ്റ്റേജിൽ കിട്ടുള്ളൂ കേട്ടോ. ചൂടോടുകൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊരിച്ച് വയ്ക്കാം. പക്ഷേ ചീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടോടുകൂടെ കഴിക്കായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് ഈ ഒരു ഇതിൽ നിന്ന് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ടിഷ്യൂലേക്ക് മാറ്റാം. കംപ്ലീറ്റ് ഓയിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ചൂടോടുകൂടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായി ഇങ്ങനെ വലിഞ്ഞ് വരുന്ന അത് നല്ല ടേസ്റ്റ് ആണല്ലോ ഈ ചീസ് ഈ രീതിയിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്